ध्यायेद्विस्तृतफालदीप्तवदनं गौरोज्ज्वल श्मश्रुकम् ध्यायेद्विस्तृतफालदीप्तवदनं गौरोज्ज्वल श्मश्रुकम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरं कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरं चिन्मुद्राङ्कित दीर्घबाहुयुगलं पद्मासनस्थं गुरुं चिन्मुद्राङ्कित दीर्घबाहुयुगलं पद्मासनस्थं गुरुं श्रीभट्टारक तीर्थपादममलं विद्याधिराजं मुनिं श्रीभट्टारक तीर्थपादममलं विद्याधिराजं मुनिं കേരളം കണ്ട ഏറ്റവും ഉന്നത ശീർഷരായ 2 or 3 ആചാര്യ സത്തമന്മാരിൽ പ്രമുഖനാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ. ഏറ്റവും വിപ്ലവാത്മകമായ പ്രവർത്തനം നടത്തി നവകേരള സൃഷ്ടി നടത്തിയ മഹാത്മാവാണ് ചട്ടമ്പിസ്വാമികൾ. മഹാഗുരുക്കന്മാരെ വാർത്തെടുത്ത ആചാര്യ സത്തമനാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ മഹാസേവനങ്ങൾ ഭൗതികവും ആധ്യാത്മികവുമായ തലങ്ങളിൽ ജ്ഞാനവിജ്ഞാനങ്ങളുടെ മേഖലകളിൽ എങ്ങനെ എപ്രകാരം എന്തെല്ലാം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളിയ പരിശ്രമം. കേരളം ജന്മം നൽകിയ 2 മഹർഷീശ്വരന്മാരാണ് ലോകാരാധ്യരായി കരുതപ്പെടുന്നത്. ഒന്ന് ജഗദ്ഗുരു ശ്രീ ശങ്കര ഭഗവത് പാദർ, രണ്ടാമത്തെ ആൾ ചട്ടമ്പിസ്വാമി തിരുവടികളാണ്. ഈ 2 ആളുകൾ ആധ്യാത്മികതയുടെ തലത്തിൽ ചെയ്ത സേവനങ്ങളെ ആണ് പലപ്പോഴും മനീഷികൾ, ജ്ഞാനികൾ താരതമ്യ പഠനം നടത്തിയിട്ടുള്ളത്. ഈ 2 ആളുകൾ ചെയ്ത സേവനത്തെ തുടർന്ന് കേരളത്തിൽ ഒട്ടേറെ മഹാത്മാക്കൾ ആവിർഭവിക്കുകയും അവരുടെ പന്ഥാവിനെ വികസിപ്പിച്ച് കേരള ചരിത്രത്തെ ദീപ്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശങ്കര ഭഗവത് പാദർ സംസ്കൃത ഭാഷയെ മാത്രം സ്വീകരിച്ചുകൊണ്ട് സാഹിത്യരചന, അദ്വൈത സിദ്ധാന്ത പ്രതിപാദകങ്ങളായ കൃതികൾ രചിച്ചു. അദ്ദേഹം ഭാരതത്തിൻ്റെ തന്നെ അത്യുജ്വലമായ ജ്ഞാന നക്ഷത്രമായി പരിശോഭിക്കുന്നു. വാൽമീകിയുടെയും വ്യാസൻ്റെയും മറ്റും ശ്രേണിയിൽ ശങ്കര ഭഗവത് പാദർ ഇന്ന് പ്രതിഷ്ഠിതനാണ്. പക്ഷേ ചട്ടമ്പിസ്വാമികൾ ആ നിലയിൽ ലോകപ്രസിദ്ധി നേടിയിട്ടില്ല.
അങ്ങനെ എന്തെങ്കിലും കൈവരണം എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ സ്വധർമ്മം അനുഷ്ഠിച്ച പരിപൂർണ മഹാത്മാവായിരുന്നു ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളുടെ വ്യവഹാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജ്ഞാന ആവിഷ്കാരങ്ങൾ മിക്കതും മലയാള ഭാഷയിലാണ്, മലയാള ഗദ്യത്തിലാണ്. ആ നിലയ്ക്ക് നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ കേരളത്തിൻ്റെ പരമാചാര്യൻ എന്ന വിശേഷണത്തിന് എല്ലാ നിലയിലും സമർഹനായ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുഞ്ചത്തെഴുത്തച്ഛനു ശേഷം 20-ാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച ചട്ടമ്പിസ്വാമികളാണ് കേരള ചരിത്രത്തെയും സംസ്കാരത്തെയും കേരളത്തിൻ്റെ ധൈഷണിക ചരിത്രത്തെയും വിജ്ഞാന മണ്ഡലത്തെയും വികസിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ചട്ടമ്പിസ്വാമികളെ ഒറ്റ ലഘുവാക്യത്തിൽ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അറിവിൻ്റെ അവതാരം എന്നും പരിപൂർണതയുടെ പര്യായം എന്നും വേണം പറയേണ്ടത്. അറിവിൻ്റെ അവതാരവും പരിപൂർണതയുടെ പര്യായവും. അദ്ദേഹം 27-ാമത്തെ വയസ്സിൽ ഈശ്വര സാക്ഷാത്കാരം നേടി. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നതനുസരിച്ച് ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാണ്. 27-ാമത്തെ വയസ്സിൽ പരബ്രഹ്മമായി തീർന്ന ശിവസ്വരൂപിയാണ് ചട്ടമ്പിസ്വാമികൾ. അദ്ദേഹത്തെ അങ്ങനെയാണ് വിവേകികൾ കരുതുന്നത്, ശിവൻ്റെ, ശ്രീപരമേശ്വരൻ്റെ അംശാവതാരം എന്ന നിലയിൽ. അദ്ദേഹം ജ്ഞാനമണ്ഡലത്തിലും വിജ്ഞാനമണ്ഡലത്തിലുമായി ചെയ്ത സംഭാവനകൾ യഥായോഗ്യം വിലയിരുത്തപ്പെട്ടിട്ടില്ല. ഒരുപക്ഷേ അങ്ങനെ വിലയിരുത്തൽ നടത്താൻ ഒരു വ്യക്തി പിന്നീട് ജനിച്ചില്ല എന്ന് തന്നെ ആയിരിക്കാം ഒരു കാരണം. 2 എന്ന് പറയാവുന്ന കാരണങ്ങളിൽ ഉപകാരണങ്ങൾ പലത് അടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നാലെ വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ചട്ടമ്പിസ്വാമി തിരുവടികൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ ഏതാണ്ട് 24 വർഷം വരുന്ന നൂറ്റാണ്ടുകാലം കേരള ചരിത്രത്തെ ഗതി തിരിച്ചുവിട്ടത് എങ്ങനെ എന്നും അതിനു മുൻപ് അദ്ദേഹം ഏതാണ്ട് അരനൂറ്റാണ്ടോളം കാലം നയിച്ച ജീവിതം എപ്രകാരമായിരുന്നു എന്നും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്താം. ചട്ടമ്പിസ്വാമി തിരുവടികൾ ഭൂജാതനായത് തിരുവനന്തപുരം നഗരത്തിൽ കണ്ണമ്മൂല എന്ന പ്രദേശത്തുള്ള കൊല്ലൂർ ഗ്രാമത്തിലാണ്. കൊല്ലൂർ ഗ്രാമം തിരുവനന്തപുരം നഗരത്തിൽ എന്ന് പറയുമ്പോൾ ഇന്ന് പലർക്കും അത് വിശ്വാസയോഗ്യം ആയി തോന്നുകയില്ല. കാരണം നഗരവത്കരണത്തിൻ്റെ ബഹളവും തിരക്കും എല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ന് നഗരത്തിൽ ഗ്രാമങ്ങൾ അത്രത്തോളം അവശേഷിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഭൂജാതനാകുന്ന സന്ദർഭത്തിൽ കൊല്ലൂർ എന്നത് ഗ്രാമം തന്നെയായിരുന്നു. നമ്മുടെ കാർഷിക വൃത്തിയിലെ പ്രമുഖമായ നെൽപ്പാടങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു കൊല്ലൂർ എന്ന പ്രദേശം. അവിടെ ഉള്ളൂർക്കോട്ട് ഭവനം എന്ന വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അത് പൊതുവർഷം 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ആയിരുന്നു. അതായത് കൊല്ലവർഷം 1029 ചിങ്ങം 11-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഭരണി നക്ഷത്രത്തിലാണ് അദ്ദേഹം ഭൂജാതനായത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള, അച്ഛൻ വാസുദേവ ശർമ്മ. അമ്മയുടെ കുടുംബം മലയൻകീഴിനടുത്ത് മച്ചേൽ എന്ന ഗ്രാമത്തിലെ വേണിയത്തു തറവാടാണ്. വേണിയത്തു തറവാട് നമ്മുടെ സംസ്കാര ചരിത്രത്തിലും ആധ്യാത്മിക ചരിത്രത്തിലും നിസ്തുല സംഭാവനകൾ, നൂറ്റാണ്ടുകൾ നീണ്ട സംഭാവനകൾ ചെയ്ത പുണ്യം ഒട്ടേറെ കൈവന്ന ഒരു കുടുംബമാണ്. അവിടെ വളരെ പ്രഗത്ഭരായ യോഗീശ്വരന്മാർ എന്ന വിശേഷണം അർഹിക്കുന്ന പൂർവികർ പലർ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാൾ ഈശ്വരപിള്ള എന്ന് അറിയപ്പെട്ടിരുന്നു. യോഗശാസ്ത്ര വിശാരദനായ അദ്ദേഹം പ്രവചിച്ച സമയത്ത് മരണം വരിച്ച യോഗീശ്വരനായിരുന്നു. ചട്ടമ്പിസ്വാമികളും പിന്നീട് എത്രയോ നേരത്തെ തൻ്റെ മരണസമയം പറയുകയും ആ സമയത്ത് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ പത്മാസനസ്ഥനായി ഈ ലോകം വിട്ട് ബ്രഹ്മത്തിൽ പൂർണ്ണമായി വിലയിക്കുകയും ചെയ്തതാണ്.
പിന്നീട് നാരായണ മൗനി എന്നൊരാളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. നാരായണ മൗനി, മുനി എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ വിശേഷണം എന്ന് ഓർക്കണം. അദ്ദേഹവും ബ്രഹ്മജ്ഞനായിരുന്നു. അതുപോലെ തന്നെ ഉമ്മിണിപ്പിള്ള എന്ന പേരിൽ മറ്റൊരു മഹാജ്ഞാനിയും പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിന് ചട്ടമ്പിസ്വാമികളിൽ പിൽക്കാലത്ത് വികസിതമായ ഒട്ടേറെ സിദ്ധികൾ പ്രകടമായിരുന്നു. ഉദാഹരണത്തിന് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സദസ്സിൽ വച്ച് ഒരു സംസ്കൃത ശ്ലോകത്തെ 7 പ്രകാരത്തിൽ വ്യാഖ്യാനിച്ച് മഹാരാജാവിനെ അദ്ദേഹം വിസ്മയിപ്പിച്ചിട്ടുണ്ട്. സ്വാതി തിരുനാളിനെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം സംഗീതജ്ഞന്മാരിലെ മഹാരാജാവും മഹാരാജാക്കന്മാരിലെ സംഗീതജ്ഞനുമായിരുന്നു. അദ്ദേഹത്തെപ്പോലും വിസ്മയിപ്പിക്കത്തക്ക പ്രതിഭയും ജ്ഞാനവും ഒത്തിണങ്ങിയ ആളായിരുന്നു ഉമ്മിണിപ്പിള്ള ചട്ടമ്പിസ്വാമികളുടെ അമ്മയുടെ കാരണവർ. ഇതാണ് അദ്ദേഹത്തിൻ്റെ മാതൃ കുടുംബത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം. അച്ഛൻ വാസുദേവ ശർമ്മ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ക്ഷേത്രത്തിൽ ശാന്തിവൃത്തി അനുഷ്ഠിച്ച ഒരു വിശിഷ്ട ബ്രാഹ്മണൻ ആയിരുന്നു. അദ്ദേഹം ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം, ഇന്നത്തെ പോലെ ഭക്തി വ്യാപകമായ പ്രകടന മാർഗം ഒന്നും ആകാതിരുന്ന ആ കാലത്ത് ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ തന്നെ കുറവായിരിക്കും. അതിൽ വഴിപാടും മറ്റും നടത്തുന്നവരുടെ സംഖ്യ തീരെ കുറവായിരിക്കും. സ്വാഭാവികമായും ക്ഷേത്രത്തിന് വരുമാനം വളരെ പരിമിതമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കുടുംബം പുലർത്തുന്നതിന് അമ്മയ്ക്ക് സമീപ പ്രദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്പൂതിരി ഭവനം കൊല്ലൂർ മഠം എട്ടരയോഗത്തിൽപ്പെട്ട ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആ മഠത്തിൽ അടിച്ചുതളിക്കാരിയായി, പുറം പണിക്കാരിയായി പ്രവർത്തിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന സഹായവും മറ്റും കൊണ്ടാണ് ആദ്യ സന്താനമായ ചട്ടമ്പിസ്വാമികളായി വികസിച്ച അയ്യപ്പൻ എന്ന് നാമകരണം ചെയ്ത ശിശുവിനെ, ആ ശിശുവിനെ അമ്മ പിന്നീട് വാത്സല്യത്തോടെ വിളിച്ചതാണ് കുഞ്ഞൻ എന്ന്. ആ പേരിലാണ് അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അറിയപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമമായിട്ട് ഏറെക്കുറെ പരിചിതമായി തീർന്നതും കുഞ്ഞൻ പിള്ള എന്നത് ആയിരുന്നു. കുഞ്ഞൻ പിള്ളയ്ക്ക് ശേഷം വേലുക്കുട്ടി എന്ന പേരുള്ള ഒരു അനുജനും ഒരു സഹോദരി അനിയത്തിയും കൂടി ആ കുടുംബത്തിലേക്ക് വന്നു. ഇളയ സഹോദരൻ കുട്ടിക്കാലത്ത് തന്നെ അനാരോഗ്യം മൂലം മരണമടഞ്ഞു. സ്വാമികളും അദ്ദേഹത്തിൻ്റെ സഹോദരിയുമാണ് പിന്നീട് ആ കുടുംബത്തിൽ അവശേഷിച്ചത്. ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ദാരിദ്ര്യ ദുഃഖത്തിലമർന്ന് ജീവിച്ച കുടുംബമായിരുന്നു ചട്ടമ്പിസ്വാമി തിരുവടികളുടെ കുടുംബം. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങളും മറ്റും അതിശക്തമായി പുലർന്നിരുന്ന കാലത്ത് വരേണ്യർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ചട്ടമ്പിസ്വാമികൾ. പക്ഷേ അദ്ദേഹത്തെക്കാൾ പരാധീനത സാമൂഹികമായിട്ട് അനുഭവിക്കേണ്ടി വന്ന പല കുടുംബങ്ങളിലും അദ്ദേഹം അനുഭവിച്ച അത്ര ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ കുടുംബത്തിൽ അത്രയും ദാരിദ്ര്യ ദുഃഖം ഉണ്ടായിരുന്നില്ല. ഈ 2 ആളുകളെയും അപേക്ഷിച്ച് അവശത കൂടുതലുണ്ടായിരുന്ന മഹാത്മാ അയ്യൻകാളിയുടെ കുടുംബത്തിലും ദാരിദ്ര്യ ദുഃഖം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അയ്യൻകാളിയുടെ അച്ഛൻ്റെ ജന്മിയായ പൂട്ടേറ്റിൽ പരമേശ്വരൻ പിള്ള 8 ഏക്കർ ഭൂമി അയ്യൻകാളിയുടെ അച്ഛൻ ആയ കാളിക്ക് സൗജന്യമായി കൊടുത്തിരുന്നു. അതുകൊണ്ട് അവർക്ക് അവിടെ കൃഷി ചെയ്ത് മക്കളെ വളർത്താൻ മറ്റ് ആശ്രയം കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ചട്ടമ്പിസ്വാമിയുടെ കുടുംബത്തിൽ അതല്ലായിരുന്നു സ്ഥിതിവിശേഷം. അതുകൊണ്ട് അച്ഛനും അമ്മയും, അച്ഛൻ ശാന്തിവൃത്തിയിലും അമ്മ വീട്ടിലെ പുറംപണിയിലും ഒക്കെയായി പ്രയത്നിച്ചുവെങ്കിലും കുടുംബം പുലർത്താൻ വളരെ പ്രയാസപ്പെട്ടു. സ്വാഭാവികമായും ചട്ടമ്പിസ്വാമികൾക്ക് ഔപചാരികമായ വിദ്യാഭ്യാസം ലഭിച്ചില്ല. വിധിപ്രകാരമുള്ള വിദ്യാരംഭം പോലും അദ്ദേഹത്തിന് കൈവന്നില്ല. പക്ഷേ അദ്ദേഹം അറിവിൻ്റെ ലോകത്തിലേക്ക് സ്വയം ഉറച്ച കാൽവെപ്പോടുകൂടി കടന്നു ചെല്ലുക തന്നെ ചെയ്തു.